ജനങ്ങളെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് BGMമാർ കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നുണ പറയുന്നത്? ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ടും അഭിലാഷ് നോക്കിയിട്ട് സ്റ്റോർ ചെയ്തോ? ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ട് സംസാരിക്കുന്നത് അഭിലാഷ് സ്റ്റോർ ചെയ്തോ? അല്ലെങ്കിൽ അഭിലാഷ് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. അഭിലാഷ് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. ഇല്ല, നുണയാണ്. At the start of the operation, ഓപ്പറേഷന്റെ തുടക്കത്തിൽ ജയശങ്കറിന്റെ ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്താൽ കൊള്ളാം. Because even at that start, at the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. They chose not to take that good advice. ഇതാണ് കോൺഗ്രസും പ്രചരിപ്പിക്കുന്ന പിന്നെ ബൈറ്റ് ശ്രീ രാജു പി നായർ. ഇതിനുശേഷം PIB ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കി. അതിനുശേഷം ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്ററി സമിതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദീകരിച്ചു. അപ്പോൾ ഇതിൽ എവിടെയാണ് കൺഫ്യൂഷൻ? ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മിസൈൽ വിട്ട ഉടനെ അങ്ങനെയാണോ കോൺഗ്രസ് വിചാരിച്ചത്? അല്ല, അഭിലാഷിന് ഒന്നാമത്തെ ചോദ്യം, അഭിലാഷിന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ബൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫേക്ക് ആണെന്ന് അഭിലാഷിന് അല്ലല്ല, ഇത് എസ് ജയശങ്കർ പറഞ്ഞാണ്. ഇത് ഇത് നിങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലുകളിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ we had sent a message to Pakistan saying we are striking at terrorist infrastructure. ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പല്ല, ബിഫോർ ദ ഓപ്പറേഷൻ അല്ല. ഞാൻ പറയട്ടെ. എന്തായാലും അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നല്ല. ഓക്കേ, പറയൂ. ഞാൻ പറയട്ടെ. ഞാൻ ചോറാണ് തിന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അവിടെ പറഞ്ഞോളൂ. At the start of the operation, we had sent a message to Pakistan saying we are striking at the infrastructure. We are not striking at the military. ഞങ്ങൾ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. So the military has an option of standing out. അപ്പൊ പാകിസ്ഥാന്റെ മിലിറ്ററിക്ക് മാറി നിൽക്കുന്നതിനുള്ള അവസരമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോ ആക്രമണത്തിന് ശേഷമാണോ പറഞ്ഞത്? ആക്രമണത്തിന് മുമ്പ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നും പാകിസ്ഥാൻ മിലിറ്ററിക്ക് മാറി നിൽക്കാൻ അവസരമുണ്ടെന്ന് പറയുന്നു. അഭിലാഷ്, ഇങ്ങനെ പെരും നുണകൾ ഇവിടെ നിന്ന് പറയാൻ വേണ്ടി എന്നാണല്ലോ. അപ്പൊ ഇത് ഓപ്പറേഷന് മുമ്പാണ്, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഈ വാചകങ്ങളിൽ വാചകങ്ങൾ എവിടെയാണുള്ളത്? നുണ പറയാൻ വേണ്ടി അഭിലാഷിന്റെ സാമാന്യ ബുദ്ധി വെച്ച് അഭിലാഷ് ഒന്ന് പറ. ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാതിരിക്കാം. ഞങ്ങൾ ആക്രമിക്കാൻ ഉപദേശം കൊടുത്തു. അല്ല, ഞങ്ങൾ ആക്രമിക്കാൻ അങ്ങനെ തന്നെയാണ് വാചകം. ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ടും അഭിലാഷ് നോക്കിയിട്ട് സ്റ്റോർ ചെയ്തോ? ഏത് ഇംഗ്ലീഷ് വിദഗ്ധരെ കൊണ്ട് സംസാരിക്കുന്നത് അഭിലാഷ് സ്റ്റോർ ചെയ്തോ? അല്ലെങ്കിൽ അഭിലാഷ് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. അഭിലാഷ് ഇംഗ്ലീഷ് അറിയാൻ പാടുന്നത് പ്രേക്ഷകർ വിചാരിക്കും. ഇല്ല, നുണയാണ്. At the start of the operation, ഓപ്പറേഷന്റെ തുടക്കത്തിൽ ബിഫോർ ദ ഓപ്പറേഷൻ അല്ല പറയുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആക്രമണത്തിന്റെ തുടക്കത്തിൽ, അതിനുശേഷം അല്ല, ഇതിന് ശേഷം PIB സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിഫോർ ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പച്ചക്കള്ളം ഇങ്ങനെ പറയാൻ വേണ്ടി സമയം കൊടുക്കരുത്. ഇതങ്ങനെയല്ല.
അഭിലാഷ് ഇത് അങ്ങനെയല്ല. ദുർബലമായിട്ടുള്ള, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ബാലിശമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ച് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പോകുന്നത് ആശ്ചര്യജനകമാണ്. തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു. ആ തീവ്രവാദ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തതിനു ശേഷം ഇല്ല, DGMOമാർ കൃത്യമായിട്ട് ഇത് വിശദീകരിച്ചതാണ്. നുണയാണ്, DGMOമാർ വിശദീകരിച്ചതാണ്. ആദ്യം അവിടുത്തെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിനു ശേഷം നമ്മളൊരിക്കലും സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നില്ല, ജനങ്ങളെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് DGMOമാർ കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നുണ പറയുന്നത്? എന്തിനാണ് നുണ പറയുന്നത്? എന്തിനാണ് ഈ ചൈനയിൽ പോയിട്ട് ചൈനയുടെ മിസൈലിനെ കുറിച്ചിട്ട് പറയുന്നത്? ചൈനയിൽ പോയിട്ട് ചൈനയുടെ മിസൈലുകളെ കുറിച്ചിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയാണ്. ഈ രാജ്യത്ത് ജനാധിപത്യമില്ലെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ച് ഇങ്ങനെയേ അല്ല തർക്കിക്കേണ്ടത്. വളരെ വളരെ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസും BJPയും തർക്കുകയാണ്. കോൺഗ്രസിന്റെ അല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ മോർഫ് ചെയ്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയാക്കുന്നു BJP. വീണ റഫാൽ ജെറ്റുകളുടെ കണക്ക് വേണമെന്ന് പറയുന്നു കോൺഗ്രസ്. വളരെ 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 മോശമാണിത് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.